അല്ലെങ്കിലും എനിക്കറിയാം നിനക്കിപ്പോ എന്നോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല. ആര് പറഞ്ഞേ? ആര് പറഞ്ഞു? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫീൽ ചെയ്താ? പിന്നെ അതൊണ്ട് അതൊന്നും ഞാൻ പണ്ടാണെങ്കിൽ എപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാൻ പറയായിരുന്നു. ഓഹോ, അതാണ് പ്രശ്നം. നിനക്കൊന്നും സമയമില്ലല്ലോ. ഓ, പാട്ട് പാടാൻ പറയാത്തതാണ് പ്രശ്നം. ഒരു പാട്ട് പാട്. ഇപ്പഴാ പാടി പാട്. പാടാനെ പിള്ളേരൊന്നും ഇല്ലല്ലോ, പാട്. എന്നെ കേക്കണോ? പാടല്ലേ? പാട് മനുഷ്യ. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മാലാകമാരുടെ മാലാക നീ. റൊമാൻറ്റിക് ഹീറോ റൊമാൻസ് ആണല്ലേ? അല്ല അത് അല്ലേ? ഭാര്യക്ക് നല്ല നല്ല പാട്ട് പാടി കൊടുക്കുന്ന സ്നേഹമുള്ള ഭർത്താവാണ് എന്റെ അച്ഛൻ. മോളെ അങ്ങനെയല്ല, ഇവള് പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചപ്പോ പാടിയതാണ്. എന്നാലും ഈ എരിയാണി വെയിൽ ചേട്ടത്തേക്ക് ഊഷ്മളത പകരാൻ ചേട്ടൻ പാട്ടൊക്കെ പാടിയില്ല. കൊള്ളാം. അവള് നിർബന്ധിച്ചപ്പോ അങ്ങ് പാടിയതേ ഉള്ളൂ. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. ഡീ, എന്റെ അടുത്ത് പറഞ്ഞേ ഞാൻ പാട്ടൊന്നും പാടാൻ പറയണ്ട, എന്നാ പിന്നെ വേണമെങ്കിൽ പാടിക്കോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, സത്യമായിട്ടും. ഇങ്ങനെ പാടുണ്ടേ നിനക്ക് എന്ന് പറഞ്ഞ മനസ്സിലാവ് അണ്ണാ. എനിക്കിങ്ങനെ രണ്ടു പാട്ട് പഠിപ്പിച്ച എന്തിന് എനിക്ക് ചിന്നു പാടി കൊടുക്കും. പാടാ കിടന്നു. അയ്യേ അളെ ഞാൻ വന്നു നിന്റെ അച്ഛനെ ഞാനും പോണു. ഇതാ ചക്കപ്പട്ടിന്റെ ദിക്കറല്ലേ ഇത് എന്റെ അടുത്ത് ഉൾച്ചിയിലെടുത്ത് വെച്ചിട്ട് പോയിക്കണം നിന്റെ. ഇതാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. ഐഡിയൽ കപ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ട്? ഐഡിയൽ കപ്പിൾസ് ആര്? അതാണ് എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛനും അമ്മയും സ്നേഹം വന്ന സ്നേഹിക്കും, ദേഷ്യം വന്ന നോക്കണ്ട. നോക്കണ്ട. അത്രേ ഉള്ളൂ.